ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥൻ വന്നതറിഞ്ഞ് കാശിനാഥൻ സിദ്ധാർത്ഥനെ കാണാൻ തീരുമാനിക്കും. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറയാൻ വേണ്ടി ആദ്യം മര്യാദയ്ക്ക് പറയാം, എന്നിട്ടും അതിന് കൂട്ടാക്കിയില്ലെങ്കിൽ കയ്യാങ്കളി മതിന്ന് ചേട്ടത്തി അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗംഗ നല്ല സന്തോഷത്തിലാണ്. സിദ്ധാർത്ഥൻ അവർക്ക് ഒരു സാരിയും പെർഫ്യൂമും ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. വൈകിയ യമുന എല്ലാം അടുത്ത് തന്നെയുണ്ട്. എല്ലാവർക്കും സിദ്ധാർത്ഥനെ നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. ഇടയ്ക്ക് മനുവിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. മുത്തശ്ശി അഞ്ജലിയോട് പറയും, നിങ്ങൾക്കൊരു ഹണിമൂൺ ഞാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട് സ്വിറ്റ്സർലൻഡിലേക്ക്, മനു തിരികെ എത്തട്ടെ എന്നിട്ടാവാന്ന് പറയും. ആ സമയം അത് കേട്ട് വരുന്ന പ്രഭ പറയുന്നുണ്ട്, സ്വിറ്റ്സർലൻഡിലേക്കോ, അങ്ങോട്ടൊക്കെ ഹണിമൂൺ പോകുന്നത് എന്തിനാ, അത് ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളല്ലേ, കുറച്ച് അടുത്തുള്ള സ്ഥലം ഏതെങ്കിലും മതി എന്നൊക്കെ, എന്നാൽ പിന്നെ അമേരിക്ക ആക്കാന്ന് പറയും. അത് കേൾക്കുമ്പോൾ പ്രഭ ഞെട്ടിപ്പോകും. അഞ്ജലി പറയുന്നുണ്ട്, ഒന്നും വേണ്ട മുത്തശ്ശിന്ന്. മുത്തശ്ശി പറയും, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പോയാലോ എന്ന്. അത് അഞ്ജലി സമ്മതിക്കും. പ്രഭ പറയും, പക്ഷേ ഇപ്പം വേണ്ട, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മതി, എനിക്ക് കുന്നും മലയൊന്നും കയറാൻ പറ്റില്ല എന്ന്. മുത്തശ്ശി പറയും, അത് ഞാൻ ഓർത്തില്ല, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, ഇപ്പോഴേ സ്ഥലങ്ങളെല്ലാം നോക്കി വെച്ചോളാന്. അഞ്ജലി പറയും, പ്രഭേച്ചിയുടെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വിശേഷമാവുമെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെയും പോകാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി പറയും, എവിടെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേഗം ഒരു കുഞ്ഞിനെ ഇങ്ങ് തന്നാൽ മതിയെന്ന്. അങ്ങനെ ഒരു സന്തോഷത്തോടെ നിൽക്കും. പ്രഭ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അഞ്ജലി ഇനി ഗർഭിണിയായാലും കുഴപ്പമില്ല, ആദ്യം കുഞ്ഞുണ്ടാവുന്നത് എനിക്കാണല്ലോ, അപ്പം മുത്തശ്ശിയുടെ സമ്മാനം എല്ലാം കിട്ടുന്നതും എനിക്കാണല്ലോ. പിന്നീട് സിദ്ധാർത്ഥൻ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കുമാണ് കാശിനാഥൻ അങ്ങോട്ട് വരുന്നത്. സിദ്ധാർത്ഥനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. ആദ്യം കാശിനാഥൻ മര്യാദയ്ക്കൊക്കെ സംസാരിക്കും. സിദ്ധാർത്ഥൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് അറിയുമ്പോഴത്തേക്കും കാശിനാഥൻ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യങ്കളിയാവും. ആ സമയമാണ് മനു അതിലേ പോകുന്നത്. മനു ചെന്ന് സിദ്ധാർത്ഥന്റെ കൂടെ നിൽക്കും. സിദ്ധാർത്ഥും മനുവും കൂടെ കാശിയെ വെല്ലുവിളിക്കുന്നുണ്ട്. കാശിക്ക് അത് തീരെ ഇഷ്ടാവത്തില്ല. അവരോടൊന്ന് പോയി കഴിയുമ്പോഴത്തേക്കും കാശി ആകെ ദേഷ്യത്തിലാണ്. പിന്നീട് മനു വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാം കേട്ട് അമ്മയ്ക്ക് യമുനയ്ക്ക് നല്ല സങ്കടവും പേടിയൊക്കെ ആവുന്നുണ്ട്. മനു പറയുന്നുണ്ട്, കാശി എന്തേലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കത്തില്ല എന്ന്. സിദ്ധാർത്ഥ എന്താണേലും കാശി പറയുന്നതൊന്നും വിശ്വസിക്കാൻ പോവില്ല എന്ന്. അമ്മ പറയും, സിദ്ധാർത്ഥ വിശ്വസിച്ചില്ലെങ്കിലും കാശി ഇതെല്ലാം അവൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇതെല്ലാം വിശ്വസിക്കത്തില്ലേന്ന്. ആ സമയം ഗംഗ അങ്ങോട്ട് വരും. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഗംഗയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗംഗ പറയും, സിദ്ധാർത്ഥിന് കാശിനാഥൻ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. മനു പറയും, മോളൊന്നും ചെയ്യണ്ട, കാശിനാഥൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നത് നേരെ ജയിലിലേക്കായിരിക്കും. അതും പറഞ്ഞ് മനു അകത്തേക്ക് പോകുമ്പോൾ ഗംഗയും പുറകെ പോകും. അമ്മയും യമുനയും നല്ല പേടിയിലാണ്. പിന്നീട് കാണിക്കുന്നത് മനുവിൻ്റെ വീടാണ്. മുത്തശ്ശി വേണുവിനോട് ചെന്ന് പറയും, നമുക്ക് മനുവിൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന്. വേണു പറയും, അമ്മ പൊക്കോ, ഞാൻ എന്താണേലും ഇല്ല, അവൻ പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിനെപ്പറ്റി ഒന്നും എന്നോട് സംസാരിച്ചില്ല, അതൊന്നും പറയാതെ ഞാൻ എന്തായാലും അവൻ്റെ അടുത്തേക്ക് വരത്തില്ല എന്ന്. ആ സമയം ചിത്ര അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി പറയും, എൻ്റെ പിറന്നാൾ ബാംഗ്ലൂർ ആഘോഷിച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവിടെ അമ്മ മനുട്ടനും ഉണ്ടല്ലോ. വേണു പറയും, ശരി, നിങ്ങളെല്ലാം പൊക്കോ, ഞാൻ ടിക്കറ്റൊക്കെ ഏർപ്പാടാക്കി തരാം. ആ സമയം ചിത്ര പറയുന്നുണ്ട്, ഞങ്ങൾ മാത്രമല്ല വേണുവേട്ടനും വരണമെന്ന്. അയാൾ പറയും, ഞാൻ എന്താണേലും വരില്ല എന്ന്. ആ സമയം നന്ദൻ വന്നിട്ട് എങ്ങോട്ട് പോകുന്ന കാര്യമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, എൻ്റെ പിറന്നാൾ മനുവിൻ്റെ അടുത്ത് ബാംഗ്ലൂർ ആക്കിയാലോ എന്നാണ് വിചാരിക്കുന്നതെന്ന്. നന്ദൻ പറയും, എന്നാൽ അത് നല്ലത് തന്നെയായിരിക്കും, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന്. അപ്പോഴും വേണു പറയും, ഞാൻ വരത്തില്ല എന്ന്. അത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.